സുരേഷ് ഗോപിക്കെതിരായ ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. സുരേഷ് ഗോപിയും കുടുംബവും ചട്ടം ലംഘിച്ച് വോട്ടുകൾ ചേർത്തുവെന്നതിൽ ലഭിച്ച നിയമോപദേശത്തിൽ പോലീസ് കൂടുതൽ വ്യക്തത തേടി. കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് 3 ദിവസത്തിനകം പൂർത്തിയാക്കും. നട്രാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, ഈ ടി.എൻ. പ്രതാപന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ നിയമോപദേശത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം എന്താണ്? എങ്ങനെയാണ് പോലീസിന്റെ നീക്കങ്ങൾ? ഓഗസ്റ്റ് 12-നാണ് ടി.എൻ. പ്രതാപൻ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരത്തിലൊരു പരാതി നൽകിയത്. പരാതിയിൽ പ്രധാനമായി പറയുന്നത് സുരേഷ് ഗോപിയും കുടുംബവും മർത്താക്കരയിലെ 115-ാം നമ്പർ ബൂത്തിൽ ചട്ടം ലംഘിച്ച് തന്റെയും കുടുംബത്തിന്റെയും വോട്ടുകൾ ചേർത്തു എന്നാണ്. അതായത് സുരേഷ് ഗോപി തൃശ്ശൂരിലെ സ്ഥിരതാമസക്കാരനല്ല, അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ സുരേഷ് ഗോപിയും കുടുംബവും തങ്ങളുടെ 11 വോട്ടുകൾ തൃശ്ശൂരിൽ ചട്ടം ലംഘിച്ച് ചേർത്തു. ഇതിനായി സുരേഷ് ഗോപി നൽകിയ രേഖകൾ തെറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ചട്ടലംഘനമാണ്, ഇതിൽ നടപടിയും അന്വേഷണവും വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ടി.എൻ. പ്രതാപൻ ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഓഗസ്റ്റ് 12-നാണ് പരാതി നൽകിയത്. സാധാരണഗതിയിൽ പ്രാഥമിക അന്വേഷണം നൽകുന്ന സമയം 2 ആഴ്ചയാണ്. അതുതന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഈ വിഷയത്തിൽ നൽകിയ സമയം. അത് കഴിഞ്ഞ ദിവസം പൂർത്തിയായി കഴിഞ്ഞു. ഉടൻ തന്നെ ഈ സംഭവത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നത്. 3 ദിവസത്തിനകം അന്തിമ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ തൃശൂർ ACP സമർപ്പിക്കും. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. കാരണം ഇതിൽ ടി.എൻ. പ്രതാപൻ ഉന്നയിച്ചിരിക്കുന്ന പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങളാണ്. ഈ വിഷയത്തിൽ പോലീസിന് കേസെടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലാണ് പോലീസ് നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇതിൽ ഒരു ഘട്ടത്തിൽ നിയമോപദേശം ലഭിച്ചെങ്കിലും അതിലും പല സബ് ക്വസ്റ്റ്യൻസും പോലീസിനുണ്ട്. ആ ചോദ്യങ്ങളിൽ ഒരു ക്ലാരിഫിക്കേഷനായി വീണ്ടും നിയമോപദേശത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ പോലീസ് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള വരണാധികാരി ഉൾപ്പെടെയുള്ള ആളുകളുടെ അവർക്ക് പറയാനുള്ള കാര്യം കൂടി മനസ്സിലാക്കിയ ശേഷമാകും ഇതൊരു അന്തിമ റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സമർപ്പിക്കുക. അതിനുശേഷമാകും ഇതിൽ പോലീസിന് എന്ത് നടപടിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. പ്രധാനമായും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായതിനാൽ പോലീസിന് കേസെടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിൽ പലതരത്തിലുള്ള കൺഫ്യൂഷൻസും നിയമ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അതിലൊരു വ്യക്തത വന്നതിന് ശേഷം ഇതിൽ നടപടി എന്താണ് എന്നുള്ള കാര്യത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറിൽ നിന്നും ഒരു വിശദീകരണം ഉണ്ടാകും. എന്തായാലും കേസ് എടുക്കണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. അതിനുള്ള കൺസൾട്ടേഷൻസ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിനകം ഇക്കാര്യത്തിൽ ഒരു അന്തിമ റിപ്പോർട്ട് തയ്യാറാകുമെന്നാണ് ഉന്നത പോലീസ് വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്.